സർ, ഇറാന്റെ പരമോന്നത മത നേതാവ് ആയത്തുള്ള അൽ ഖമനേയി ജീവിച്ചിരിപ്പുണ്ടോ? കാരണം അടുത്ത ആളിൻ്റെ സ്ഥാനാരോഹണമൊക്കെ നടത്തിയെന്നൊക്കെ കഴിഞ്ഞ മാസം തന്നെ നടത്തിയെന്നൊക്കെ ഉള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അദ്ദേഹം ഇടയ്ക്ക് രോഗബാധിതനായിരുന്നു എന്നുള്ളത് ABC ഒരു മാസം മുൻപേ കൊടുത്ത വാർത്ത. ഇപ്പോഴാണ് ചാനലുകൾ അറിയുന്നത്. രോഗബാധിതനായെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ 6 മക്കളിൽ രണ്ടാമനായ മൊജ്തബ ഖമനേയി അടുത്ത പിന്തുടർച്ചക്കാരനാവുമെന്നും ഒരു മാസം മുമ്പ് നമ്മൾ പറഞ്ഞു. ഒരു മാസം മുമ്പ് ഖമനേയി മരിച്ചോ, മൊജ്തബ ഖമനേയി അടുത്ത അവകാശി എന്നുള്ള വാർത്ത നമ്മൾ ചെയ്തപ്പോൾ ഒരുപാട് പേര് നമ്മളെ ചീത്ത വിളിച്ചു. ആ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒക്ടോബർ 26 ഇറാനിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ശേഷമാണ്. ആ ആക്രമണം നടത്തിയത് ഇസ്രായേലിൻ്റെ എയർഫോഴ്സ് ആയിരുന്നല്ലോ. ക്രിയ എന്ന് പറയുന്ന ഭൂമിക്കടിയിലുള്ള ഒരു എയർബേസ് ഉണ്ട്. ആ എയർബേസിൽ ഒരു കമാൻഡ് സെൻ്ററാണ്. ആ കമാൻഡ് സെൻറ്ററിൽ ഇസ്രായേലിൻ്റെ സർവ്വസൈന്യാധിപനായ ഹാരി ഹലേവി, എയർഫോഴ്സ് ചീഫായ ടോമർ ബ്രാർ, ഇവർ രണ്ടുപേരും കൂടിയാണ് 100ഓളം വിമാനങ്ങൾ ഇസ്രായേലിൽ നിന്ന് പറന്ന് ഇറാനിൽ ചെന്ന് അവരുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളൊക്കെ ആക്രമിച്ചുള്ള നിർണായകമായ അറ്റാക്ക് നടത്തിയത്. അതിന് തൊട്ട് മുമ്പ് വരെ, ആ ആക്രമണത്തിന് തൊട്ട് മുമ്പ് വരെ വളരെ സജീവമായിരുന്നു ഖമനേയി. അദ്ദേഹം നിരന്തരം വരുന്നു, വീഡിയോ വരുന്നു, പ്രാർത്ഥനയ്ക്ക് പോകുന്നു, അതിൻ്റെയൊക്കെ വിഷ്വൽ വന്നു. ഓർക്കുന്നില്ലേ? ഇതിൻ്റെ തോക്കുമൊക്കെ പിടിച്ചുകൊണ്ട് അയാൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷ്വലൊക്കെ വന്നു. പക്ഷേ അതിനുശേഷം ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തിയതിനു ശേഷം ഖമനേയിയെ ആരും കണ്ടിട്ടില്ല. അദ്ദേഹം എവിടെയാണെന്നറിയില്ല. അതിനു മുമ്പ് തന്നെ അയാൾ ഒളിവിലായിരുന്നു. ഭൂമിക്കടിയിൽ വൈദ്യുതി പോലും, അതായത് സെപ്റ്റംബർ മാസത്തിലുണ്ടായ പേജർ ആക്രമണം ഉണ്ടല്ലോ, ഹിസ്ബുള്ളയുടെ പേജറുകൾ പൊട്ടിത്തെറിച്ച് കുറേയേറെ ആളുകൾ മരിക്കുകയും 3000-4000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന് ശേഷം വളരെ പെട്ടെന്ന് ഖമനേയി ഭൂമിക്കടിയിലുള്ള ഒരു കുഴിയിലേക്ക് പോയി. ഗർത്തമല്ല, ബങ്കറിലേക്ക് പോയി. ബങ്കറിൽ പോയി അവിടെ ടെലഫോണില്ല, ടെലിവിഷനില്ല, പേജറില്ല, മൊബൈലില്ല, വാക്കിട്ടോക്കിയും പൊട്ടിത്തെറിച്ചു. അങ്ങനെ ഒരു സംവിധാനവുമില്ല, ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നും ഇല്ലാതെ, വൈദ്യുതി പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത്, അതായത് സോളാർ, നമ്മൾ അന്ന് കളിയാക്കി പറഞ്ഞു മണ്ണെണ്ണ വിളക്കാണ്, മണ്ണെണ്ണ വിളക്കൊന്നുമല്ല, സോളാർ വിളക്കുകളുടെ സഹായത്തോടെ പുള്ളി ബങ്കറിനകത്ത് കഴിയുകയാണെന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അതിനുശേഷം ആണ് ഒക്ടോബർ 26 ഇറാനിലേക്ക് ഇസ്രായേലിൻ്റെ തിരിച്ചടി ഉണ്ടാകുന്നത്. 100ഓളം വിമാനങ്ങൾ ചെന്ന് തന്ത്രപ്രധാനമായ പ്രാച്ചിനിലെ അവർ ഒളിച്ചു വെച്ചിരുന്ന ഒരു ആണവ കേന്ദ്രം വരെ തകർക്കപ്പെട്ടു എന്നും മിനിഞ്ഞാന്ന് വാർത്ത പുറത്തു വന്നത്. അതും നമ്മൾ ABCയിലാണ് ആദ്യം പറഞ്ഞത്. അമേരിക്ക വെളിപ്പെടുത്തി അവിടെ പ്രാച്ചിൻ എന്ന് പറയുന്ന സൈനിക ബേസിൽ ആരെയും അറിയിക്കാതെ ഒരു ആണവ പരീക്ഷണ കേന്ദ്രം ഇറാനുണ്ടായിരുന്നു, അതും തകർത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടെയുള്ള വാർത്തകൾ ആദ്യം നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് സന്തോഷമുണ്ട്, ഇന്നലെ ഇന്നുമായിട്ട് പതുക്കെ പത്രങ്ങളിലൊക്കെ വരുന്നുണ്ട്. അതായത് മൊജ്തബ ഖമനേയിയെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഈ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഒരു കൗൺസിലുണ്ട്. ഈ കൗൺസിൽ കൂടിയിട്ടാണ് അടുത്ത അവകാശിയെ തിരഞ്ഞെടുക്കുന്നത്. ഈ കൗൺസിൽ എന്നൊക്കെ പറഞ്ഞാൽ ആ 12 അംഗ കൗൺസിലുണ്ട്. അതിലെ 6 പേരെ ഖമനേയി നേരിട്ട് നിയമിക്കുന്നതാണ്. ബാക്കി 6 പേരെന്ന് പറയുന്നത് ഖമനേയി നിയമിക്കുന്ന ആളുകൾ ശുപാർശ ചെയ്തതാണ്. അപ്പം കൗൺസിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഖമനേയിയാണ്. ആ ഖമനേയിയുടെ കൗൺസിലാണ് ഈ അടുത്ത ഖമനേയി ആരാണ് തീരുമാനിക്കുന്നത്. റഹള്ള ഖമനേയി മരിച്ചതിന് ശേഷം 1989 മുതൽ ഇപ്പോഴത്തെ അത് ഖൊമേനിയായിരുന്നു. റഹള്ള ഖൊമേനിയായിരുന്നു. ഇപ്പോഴത്തെ ആളുടെ പേര് ഖമനേയി എന്നാണ്. ഇത് ആൾക്ക് മാറിപ്പോയി, എല്ലാവരും ഖമേനി എന്നൊക്കെ പറയും. അത് ഖൊമേനി, ഇത് ഖമനേയി. അലി ഖമനേയി 89 മുതൽ ഈ പരമോന്നത പദവിയിലുണ്ട്. പക്ഷേ 26-ാം തീയതി നടന്ന വ്യോമാക്രമണത്തിന് ശേഷം വളരെ പെട്ടെന്ന് വാർത്തകൾ വരുന്നു ഇദ്ദേഹത്തെ കാണാനില്ല എന്ന് പറയാനുള്ള ഒരു കാരണം, ഇദ്ദേഹം ഈ ഒക്ടോബർ 26-ന് ഈ ആക്രമണം കഴിഞ്ഞ ഉടനെ ഇദ്ദേഹം ഹീബ്രു ഭാഷയിൽ ഒരു എക്സ് അക്കൗണ്ട് തുടങ്ങി. ഹീബ്രു എന്ന് പറഞ്ഞാൽ ഇസ്രായേലികളുടെ ഭാഷയാണ്. ബൈബിളും തോറയുമൊക്കെ എഴുതപ്പെട്ടത് ആദ്യം ഹീബ്രുവിലാണ്. ഹീബ്രു ഭാഷയിൽ ഒരു എക്സ് അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിനകത്ത് 2 വരിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇൻ ദ നെയിം ഓഫ് അള്ളാ ദ മോസ്റ്റ് മെർസിഫുൾ, ഇൻ ദ നെയിം ഓഫ് അള്ളാ ദ മോസ്റ്റ് മെർസിഫുൾ, എൻ്റെ പടച്ച തമ്പുരാനെ, സർവശക്തനായ എൻ്റെ ദൈവമേ എന്നാണ് എൻ്റെ മലയാളം. നമ്മൾ സർവശക്തനായ എൻ്റെ ദൈവമേ എന്നൊരാളെ വിളിക്കുന്നപ്പോഴാണ് മരണസമയം, നമുക്കൊരു ആപത്ത് വരുമ്പോൾ എൻ്റെ ഭഗവാനെ, എൻ്റെ ദൈവമേ. അതായത് ഒക്ടോബർ 27-ന് ഇറാനിലേക്ക് ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തി. അതിൻ്റെ പിറ്റേന്ന് ഖമനേയിയുടെ പേരിൽ ഒരു എക്സ് അക്കൗണ്ട് വരുന്നു. ഖമനേയൊന്നും അല്ല എക്സ് നമുക്കറിയില്ല, പ്രമുഖരായ ആളുകളുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് അവരല്ല, അവരെ ഏൽപ്പിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഖമനേയിക്ക് വേണ്ടി ഹീബ്രു ഭാഷയിൽ, അതായത് ഇസ്രായേലികൾക്ക് അറിയാവുന്ന ഇസ്രായേലിൻ്റെ ഭാഷയായ ഹീബ്രുവിൽ
ഒരു എക്സ് അക്കൗണ്ട് തുറക്കുകയും അതിൽ എൻ്റെ പടച്ച തമ്പുരാനെ എന്നുള്ളൊരു നിലവിളി പോസ്റ്റ് ചെയ്തു. എന്തുകൊണ്ടായിരിക്കാം? ഒരാൾ എൻ്റെ ദൈവമേ, എൻ്റെ തമ്പുരാനെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറയത്തില്ലേ? ഇസ്രായേലിൽ നിന്ന് ഇറാനെ രക്ഷിക്കണേ എന്നുള്ളതാണ്. അല്ല, ഖമനേയ്ക്ക് എന്തോ പറ്റി? ഖമനയുടെ പേരിൽ ഉള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇങ്ങനൊരു നിലവിളി, ഒരു അപേക്ഷ, ഒരു അർത്ഥന, ഒരു പ്രാർത്ഥന വന്നു. എന്താണ്? സർവശക്തനായ തമ്പുരാനേ എന്നുള്ളൊരു നീട്ടിവിളി. അപ്പോൾ ഖമനേയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഖമനേയ്ക്ക് എന്ത് പറ്റി എന്നുള്ളത് വളരെ ദുരൂഹമായ സംശയങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഈ ഹീബ്രു അക്കൗണ്ടിൻ്റെ താഴെ ഇസ്രയേൽ വന്നിട്ട് IDF, ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സൈന്യം വന്നിട്ട് ഒരു മരണപ്രാർത്ഥന പോസ്റ്റ് ചെയ്തു. ആളുകൾ മരിച്ചു കിടക്കുമ്പോൾ നടത്തുന്നൊരു പ്രാർത്ഥന ഖമനയുടെ പോസ്റ്റിന് ശേഷം ഒക്ടോബർ 26 ശേഷം നടന്നതാണ്. ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന സൂചന എന്താ? ഒന്നെങ്കിൽ ഈ ആൾ മരിച്ചുപോയി, അല്ലെങ്കിൽ മരണാസന്നനായിരിക്കുകയാണ്, അല്ലേ? 26 തൊട്ട് മുമ്പ് വരെ ബങ്കറിലാണെങ്കിലും ഇടയ്ക്ക് പുറത്ത് വന്ന് മറ്റേ നബിദിനത്തിന് സന്ദേശമൊക്കെ കൊടുത്ത ഖമനേയി പെട്ടെന്ന് പടച്ച തമ്പുരാനേ എന്നുള്ള ഒരു നിലവിളി പ്രാർത്ഥന ഇറാനിൽ നിന്ന് ഹീബ്രുവിൽ എക്സിൽ വരികയും, ട്വിറ്ററിൻ്റെ പുതിയ പേരാണല്ലോ എക്സിൽ വരികയും അതിൻ്റെ താഴെ ഇസ്രയേൽ കൊണ്ടുവന്നൊരു മരണപ്രാർത്ഥന ഇടുകയും ചെയ്തപ്പോൾ ലോകത്തിൻ്റെ സംശയം കൂടി. ഒന്നെങ്കിൽ ഖമനേയി തട്ടിപ്പോയി, അല്ലെങ്കിൽ ഖമനേയി അതീവ ഗുരുതരാവസ്ഥയിലാണ്. തട്ടിപ്പോയതായിരിക്കും സർ, ഇസ്രായേൽ തട്ടിയതായിരിക്കും. അത് ഒരുപക്ഷെ ബോംബ് വീണപ്പം ഇങ്ങനെ ഇരുന്ന വല്ല കുഴിയിലും വീണ് കാണും. ബോംബിനുണ്ടോ ഖമനേയി, അല്ലേ? അപ്പോൾ ഏതായാലും അതിനുശേഷം പല മാധ്യമങ്ങളിലും പെട്ടെന്നൊരു വാർത്ത വന്നു. ഒക്ടോബർ 26 ശേഷം ഖമനേയിക്ക് ക്യാൻസറാണ്, നില ഗുരുതരമാണ്. അതുവരെ ക്യാൻസർ അല്ലായിരുന്നു. 26-ാം തീയതി കഴിഞ്ഞപ്പോൾ ക്യാൻസറാണെന്ന് വന്നു. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ദുരൂഹമാണ്. ഇപ്പോൾ ഇതൊരു മതരാജ്യം, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ ഇരുമ്പ് മറ എന്നൊക്കെ പറയുമല്ലോ. സോവിയറ്റ് യൂണിയനെ കുറിച്ചും ഇപ്പോൾ വടക്കൻ കൊറിയയെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. അതുപോലെ ഈ മതരാഷ്ട്രത്തിനകത്തും ഒരു ഇരുമ്പ് മറയൊക്കെ ഉണ്ട്. അവിടുത്തെ കാര്യങ്ങൾ പുറത്തു വരത്തില്ല. അപ്പോൾ ഖമനേയി അന്നത്തെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടോ എന്നുള്ള സംശയമുണ്ട്. അല്ലെങ്കിൽ ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുണ്ടോ? ഇത് രണ്ടും സംഭവിച്ചാലും ഇറാൻ സമ്മതിക്കത്തില്ല. അതിനു വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു പതുക്കെ വാർത്തകൾ റിലീസ് ചെയ്തു. എന്താണ്? ഇദ്ദേഹത്തിന് ഗുരുതരമായ ക്യാൻസറാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പം നമ്മുടെ മീഡിയ വൺ പോലും പറഞ്ഞു ഖമനേയ്ക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു, ദീർഘകാലമായി ക്യാൻസറിന് ചികിത്സയിലായിരുന്നു. ഒക്ടോബർ 26 ശേഷമാണ്. അതുവരെ ക്യാൻസർ ഇല്ലായിരുന്നു. പുള്ളി ചക്കക്കുരു പോലെ ഓടി നടക്കുകയെന്ന് ഉമ്മാർ പറഞ്ഞുകൊണ്ട് ഇറാനെ അതെ ഇസ്രായേലിനെ ഇപ്പോൾ പൊട്ടിക്കും, അരച്ച് കലക്കി കുട്ടിക്കും ഖമനേയി എന്നൊക്കെ പറഞ്ഞ ഖമനേയിക്ക് ഒക്ടോബർ 26 ശേഷം വയ്യാഴിക ആവതില്ല, 89 വയസ്സായില്ലേ എന്നൊക്കെയുള്ളൊരു നാറേറ്റീവ്സ് പ്രോ ഇസ്ലാമിക് മീഡിയകളിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇന്നലെ ബിസിനസ് സ്റ്റാൻഡേർഡിൽ ഈ വാർത്ത വന്നു. ലോകത്തിലുള്ള പല വാർത്താ ഏജൻസികൾ വിടുന്നു. ഇന്നും ചില പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് ഖമനേയിക്ക് സുഖമില്ല, അതുകൊണ്ട് മൊജ്തബ ഖമനേയി 55 വയസ്സേ ഉള്ളൂ, ഇയാളെ അടുത്ത അവകാശിയാക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞുള്ള തീരുമാനം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഖമനേയിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഒന്നെങ്കിൽ ആൾ തട്ടിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഗുരുതരമായ അസുഖമോ വല്ല മിസൈലും വന്ന് വീണ് പരിക്കേറ്റതോ ആവാം. ഏതായാലും ഖമനേയിയുടെ ആയുരാരോഗ്യത്തിന് വേണ്ടി ഒരുപാട് കാലം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കുറേ ആളുകൾ കേരളത്തിലുണ്ട്. എന്തോ സംഭവിച്ചിട്ടുണ്ട്, കാർന്നോർക്ക് എന്തോ പറ്റി. അപ്പോൾ ഈ മാത്രമല്ല നവംബർ 5 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പായിരുന്നു. അതിനു മുമ്പ് ഇസ്രായേലിനൊരു പാഠം പഠിപ്പിക്കും, ഇറാഖിൽ ഞങ്ങളുടെ പിള്ളേരുണ്ട്, കൂലിപ്പട്ടാളമുണ്ട്, ചന്ത പിള്ളേരെ കൊണ്ട് അടിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചന്ത പിള്ളേർ അത് കേട്ട വഴി ആ വഴിക്ക് പോയി. ഇറാഖിലെ അവരുടെ ഷിയ മിലിഷ്യ അവരുടെ അഡ്രസ്സ് പോലും അവർ പിന്നെ ഇയാൾ പറയുമ്പോൾ നമ്മൾ അടിക്കാൻ പോലെ എന്ന് പറഞ്ഞാൽ അവരപ്പോഴേ അവർ സ്ഥലം വിട്ടു. പക്ഷേ അതൊക്കെ നവംബർ 5 മുമ്പ് അതിതീവ്രമായ ഒരു ആക്രമണം ഇസ്രായേലിന് നേരെ നടത്തും എന്ന് ഖമനേയുടെ പേരിൽ പ്രസ്താവനകൾ വന്നിരുന്നു. ഒരു വീഡിയോ പോലും വന്നില്ല. അപ്പോൾ ലോകത്ത് പലയിടത്തും ഖമനേയി ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്തു എന്നുള്ള ആശങ്ക നിലനിൽക്കുമ്പോൾ സാധാരണ എല്ലാവരും എന്താ ചെയ്യുക? അന്ന് എനിക്കൊന്നും പറ്റിയിട്ടില്ല, ഞാനിവിടെ പയറ് പോലെ ഇരിപ്പുണ്ടെന്ന് ഒരു വീഡിയോ എങ്കിലും കാണിക്കുമല്ലോ. അത് വന്നിട്ടില്ല ഈ നിമിഷം വരെ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തോ പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ വലിയ കാർട്ടൂണുകളൊക്കെ ലോകത്തിൻ്റെ പല ഭാഗത്തും വന്നു. വലിയ ബങ്കറിനകത്ത് ഇങ്ങനെ ഖമനേയി കൂനിക്കൂടി പേടിച്ച് പറിച്ചിരിക്കുന്നു, പുറകെ വന്ന ഒരാൾ ഹലോ എന്ന് വിളിക്കുമ്പോൾ പുള്ളി ഞെട്ടിത്തെറിക്കുന്ന കാർട്ടൂണുമൊക്കെ വന്നിട്ടുണ്ട്. ഏതായാലും ഖമനേയിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഇനി ഖമനേയി സ്ഥാനത്തിരിക്കാൻ ഈ അലിക്ക്, ഖമനേയി എന്ന് പറയുന്ന അയത്തുള്ള എന്ന് പറയുന്നൊരു പദവിയാണ്, ബഹുമതിയാണ് അയത്തുള്ള എന്ന് പറയുന്നത്. അയത്തുള്ള സ്ഥാനത്ത് ഇനി തുടരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മെസ്താബ ഖമനേയി വന്നാലും 55 വയസ്സേ ഉള്ളൂ, ഒരുപാട് കാലം ജീവിച്ചിരിക്കാം മര്യാദയ്ക്കൊക്കെ ആണെങ്കിൽ, അല്ലേ? മര്യാദയ്ക്ക്
മര്യാദയ്ക്ക് നടന്നാൽ. അതുകൊണ്ട് പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇവരെ നയിക്കുന്നത് കടുത്ത മതാന്ധതയാണ്. മത തീവ്രവാദം തലയ്ക്ക് പിടിച്ച് തങ്ങളുടെ മതത്തിന് വേണ്ടി എന്തും ചെയ്യാൻ അതുമാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം വർഗീയ മതഭ്രാന്തന്മാരാണ് ആ രാജ്യത്തെ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്നത്. 70കളിൽ ഷാ ഭരിച്ചിരുന്ന കാലത്ത് ജനാധിപത്യം, പാശ്ചാത്യ വിദ്യാഭ്യാസം, അവിടെ ഹിജാബ് നിരോധിച്ചിരുന്നു, മതവിദ്യാഭ്യാസം, മദ്രസ നിരോധിച്ചിരുന്നു. അങ്ങനെയുള്ള രാജ്യമായിരുന്നു ഇറാൻ. ലോകത്തിലെ ഏറ്റവും മഹത്തായ സിനിമകളുണ്ടായിരുന്നത് ഇറാനിൽ നിന്നായിരുന്നു. ആ രാജ്യത്തെയാണ് ഈ മതഭീകരന്മാർ ഭരിച്ച് ലോകത്തിന് തന്നെ മുന്നിൽ ഏറ്റവും അപഹാസ്യമായ ഒരു രാജ്യമായി ഇറാൻ മാറിയത്. വലിയ സംസ്കാരമുള്ള രാജ്യമാണ് ഇറാൻ. ഇറാൻ എന്ന് പറഞ്ഞാൽ ആലോചിക്കണം, പഴയ പേർഷ്യയില്ലേ, പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇറാനായിരുന്നു. അവൻ പേർഷ്യക്കാരനെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ഗൾഫല്ലായിരുന്നു, പേർഷ്യ ആയിരുന്നു പണ്ട് സമ്പന്നമായ രാജ്യം. ഗൾഫ് രാജ്യങ്ങൾ ഇത്രയും വലിയ സമ്പന്നമായത് എണ്ണ കണ്ടുപിടിച്ചതിന് ശേഷമാണ്. അതിനുശേഷം വളരെ ദരിദ്രാവസ്ഥയിലുണ്ടായിരുന്ന വളരെ സാധാരണ നിലയിൽ കഴിയുന്ന രാജ്യങ്ങളായിരുന്നു UAEയും സൗദി അറേബ്യയൊക്കെ. എണ്ണയാണ് അവരെ സമ്പൽ സമൃദ്ധമാക്കിയത്. പക്ഷേ അതിനും മുമ്പേ വലിയ പൗരാണികമായ സംസ്കാരവും ചരിത്രവും സാമ്പത്തിക നിലയുമൊക്കെ ഉണ്ടായിരുന്ന വലിയ രാജ്യമായിരുന്നു ഇറാൻ. ആ ഇറാനെ ഈ സ്ഥിതിയിലേക്ക് എത്തിച്ചത് ഒറ്റ ഉത്തരവാദി ആരെന്ന് ചോദിച്ചാൽ ഈ അയത്തള്ളമാരാണ്. അയത്തള്ളമാരുടെ ഭരണം തുടരുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ മരണമണി വീണ്ടും മുഴങ്ങിക്കൊണ്ടിരിക്കുമെന്നാണ് അർത്ഥം. അപ്പോൾ അയത്തള്ളമാർ അവസാനിക്കുന്ന കാലത്താണ് ഇറാനിൽ ജനാധിപത്യത്തിൻ്റെ, മനുഷ്യാവകാശങ്ങളുടെ, പൗരസ്വാതന്ത്ര്യത്തിൻ്റെ ഒക്കെ സൂര്യൻ ഉദിച്ചു വരിക. ഒരുപക്ഷെ മുജ്തബ ഖമനേയി വന്നാൽ അച്ഛനേക്കാളും മോശമായിരിക്കുമോ ഭേദമായിരിക്കുമോ എന്നുള്ള കാലം തെളിയിക്കണം.